ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രാവൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ട്രക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് മോസ്റ്റ് ഹാപ്പി പ്ലേസ് അല്ലെങ്കിൽ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയല്ല, എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ വീട്ടിലാണ്. തമിഴ്നാട്. തമിഴ്നാടല്ല, എക്സാക്റ്റ് ഈറോഡാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ത്രൂ ആണ് പോകുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ എല്ലാ നാട്ടിലെയും നല്ല വ്യൂ കിട്ടുന്ന ഒരു ട്രാവലിംഗ് ആണ്. അതുകൂടാതെ ഒരുപാട് ഡേഞ്ചറസ് സിറ്റുവേഷനുള്ള ഒരു യാത്ര കൂടെയാണ് ട്രെയിനിൽ. ഏകദേശം രാത്രിയോടുകൂടി നമ്മൾ അവിടെ എത്തി. ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉള്ളിലോട്ടേക്ക് പോയാൽ പക്ക ഒരു ഗ്രാമത്തിലാണ് ഇവരുടെ വീട് വരുന്നത്. അപ്പോൾ ഈ രാത്രി കാണുന്ന ഇരുടൊന്നല്ല, പകലാണ് ഇതിൻ്റെ കാഴ്ച മുഴുവൻ. ഫുൾ പച്ചപ്പാണ്. വീടുകൾ താരതമ്യേന കുറവാണ്. ഏക്കർ കണക്കിന് ഭൂമിൻ്റെ നടുവിലൊക്കെ ഒരു വീടേ കാണാൻ പറ്റുള്ളൂ. ഇവർക്ക് തന്നെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ആവശ്യമായ സാധനങ്ങളും ഇവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ് ഇവരെ ഒരു ജീവിത കാഴ്ചപ്പാട്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്രയും എന്താ പറയുക, കൃഷിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, കൃഷി ചെയ്ത് കിട്ടുന്ന സാധനം മാത്രം കഴിക്കുന്നു. അങ്ങനെ എന്നാലും പണ്ടൊക്കെ വരുന്ന സമയത്തെന്ന് വെച്ചാൽ ഇത് അത്രയും ഒരു കുഗ്രാമമാണ് നമ്മളെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേങ്കിൽ ഇത്തവണ വന്ന സമയത്ത് ഞാൻ വരുന്ന വഴിയിലൊക്കെ KFCയും അങ്ങനെ ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ അതുപോലെ തന്നെ കൃഷി വിട്ടിട്ട് ഇങ്ങനെയുള്ള ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. രാവിലെ പോയി വയലിൽ പണിയെടുക്കുന്നു, രാത്രി തിരിച്ചു വരുന്നു, വീണ്ടും റിപ്പീറ്റഡായിട്ട്. എന്താ പറയുക, അങ്ങനെ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ വരാൻ ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ, നമ്മളൊക്കെ ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു 9 to 7 വരെ നമ്മൾ ടാർഗറ്റും പ്രഷറും എല്ലാം കൊണ്ട് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പം കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ്, അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓരോ വീഡിയോൻ്റെ ഓരോ പോർഷനിൽ ഞാൻ ഓരോരോ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ ഇവിടുത്തെ മെമ്പേഴ്സാണ്. നമ്മളിവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 2 days മെമ്മറബിൾ അടിപൊളിയാണ്. அதுக்கு பால் நல்லவனு விடுங்க. ഇവരുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം മാവായാലും തെങ്ങുണ്ട്, അതുപോലെ തന്നെ പേരക്ക, മാവിൻ്റെ തന്നെ ഡിഫറെൻറ്റ്, മാമ്പഴത്തിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഉണ്ട്, പപ്പായ, അതുപോലെ തന്നെ ചെറുനാരങ്ങ, ബുഷ് ഓറഞ്ച്. പിന്നെ കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ കരിമ്പ്, നിലക്കടല, നെല്ല്, അങ്ങനെയുള്ള വാഴ, അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ ഇവർക്ക് വരുന്നുണ്ട്. പിന്നെ മെയിൻ താര ഇതാണ്, നമ്മൾ നേരത്തെ കണ്ട പശുക്കുട്ടിയുടെ അമ്മയാണിത്. അതായത് രാവിലെ ഈ പശുവിനെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ക്യൂ ആണ്. അതായത് അമ്പലത്തിൽ ഇരുത്തിക്കാൻ, ഇവിടെ നന്ദിപ്പശു എന്ന് അതിന് പറയാം. ഇതിന് ഓരോ ഉത്സവത്തിനും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്കുള്ള നാട്ടിലൊക്കെ ഉള്ള പോലെ ഹൗസ് വാമിങ്, അതുപോലെ തന്നെ കല്യാണം, നല്ല ദിവസങ്ങളിലൊക്കെ ഈ പശു ഇവിടെ റെയറാണ്. അപ്പോൾ ഈ പശുവിനെ ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവർക്കൊരു ലക്കാണെന്നുള്ള രീതിയിൽ പിന്നെ രാവിലെ കൂട്ടാൻ വരും. അതിനൊരു എമൗണ്ടും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ പാലിനും ലിറ്ററിന് നല്ല എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ എരുമ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്.
എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു, താറാവും കോഴിയും പശുവും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഒരു വീട്ടിൽ മീൻസ് റോഡിലൊക്കെ കാണുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പെറ്റ് സ്റ്റേഷനിലൊക്കെ പോയാൽ ഇപ്പം എൻ്റെ എല്ലാം ഒരു സാഹചര്യത്തിൽ വല്ല മൃഗങ്ങളെയും കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇവിടുന്ന് ഒരു പശുവിൻ്റെ പാല് കറക്കലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു പഴയൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നല്ലോണം പാടി പാവല്ലേ ഇനി കാണാൻ പോകുന്നതാണ് ഇവരൊക്കെ നേതാവ്. കാണുന്നവല്ല ഇവനാണ് അത്ര ചില്ലറക്കാരനൊന്നല്ല. ഇതാണ് മണി. അപ്പോൾ എന്ത് ഈ വെള്ളത്തിൽ ചാടിയാലും അതവൻ എടുത്തിരിക്കും. അപ്പോൾ എനിക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി മട്ടലൊക്കെ എടുത്തെറിയുന്നതാണ്. എന്ത് ഈ വെള്ളത്തിൽ ചാടിയാലും ആരെന്ത് ചാടിയാലും അവനത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കും. എനിക്ക് പിന്നെ ഇവിടെ തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചൂട് മാത്രമാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ശീലമായി, പക്ഷേ എനിക്കതത്ര ഭയങ്കര ഹെവി ചൂടാണ്. നമ്മളെ കണ്ണൂർ പോലെയൊന്നല്ല. അപ്പം പിന്നെ രാവിലെയും വൈകുന്നേരമാണ് ഏറ്റവും ഒന്ന് വയലൊക്കെ ചുറ്റി നടന്ന് കാണാൻ പറ്റിയ ടൈം. ആ സമയമാകുമ്പോൾ മയിലും ഒക്കെ വയലിൽ വരും. അപ്പം ഞാൻ ഈവനിങ് ആയ സമയത്ത് ഒന്ന് ഇവിടെ എല്ലാ ലേഡീസും എടുക്കുന്ന ഒരു M80 സ്കൂട്ടറുണ്ട്, അതും എടുത്തിട്ട് ഞാനൊന്ന് വയലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം അവസാനിക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ഇവിടെയുള്ള ഒരുപാട് അമ്പലങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്തു. ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഞാൻ മുമ്പുള്ളൊരു വീഡിയോയിൽ അതിൻ്റെ ഹിസ്റ്ററി അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഞാൻ ജസ്റ്റ് എല്ലാ ടെമ്പിളിൻ്റെയും വീഡിയോസൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ അമ്പലങ്ങളും കോവിൽ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കൂടുതലും രൂപങ്ങളിലാണ് കൂടുതലായിട്ടും പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ലോഹ പ്രതിഷ്ഠകളെക്കാളും കൂടുതൽ തമ്പിക്കലയ്യൻ കോവിൽ, അതിൻ്റെയൊക്കെ വലിയൊരു ഹിസ്റ്ററി ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗർകോവിൽ, സുബ്രഹ്മണ്യ കോവിൽ, അങ്ങനെ ഇഷ്ടം പോലെ അമ്പലങ്ങളിൽ നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആണെങ്കിൽ ഇവിടുത്തെ വെയിൽ അത്ര സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോ ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ മുമ്പ് ഈ ചെയ്ത ടെമ്പിളിൻ്റെ ഒക്കെ ഹിസ്റ്ററി നോക്കേണ്ട ആൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പം ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. நான் மணிக்கு வேண்டிட்டு நரசிம்மூர் காவல் வச்சிருக்கேன். മണിക്കാ மணிக்கு நாய் நினைச்சிட்டே இல்லப்பா.